കാന്തപുരം സമസ്തയുടെ ആദർശപരമായ അപജയങ്ങളും അതോടൊപ്പം പല വിഷയങ്ങളിലും ഇന്നവരകപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുമൊക്കെ സൂചിപ്പിച്ചപ്പോൾ ദുബൈയിലെ ആസ്ഥാന മന്ദിരവുമായി ബന്ധപ്പെട്ടൊരു പരാമർശം ഇവിടെ നടത്തിയിരുന്നു. അത് മംഗലാപുരത്തു നിന്നും നമ്മൾ സംസാരത്തിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ക്ലിപ്പ് പുറത്തു വന്നതോടുകൂടി നമ്മൾ ഇന്ന സ്ഥാപനം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഉടനെ അതാ അച്ഛൻ പത്തായത്തിലുമില്ല എന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ അങ്ങനെ പൂട്ടിയിട്ടൊന്നുമില്ല, ഇന്ന് സ്ഥാപനം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു ലൈവായിട്ട് അവിടുന്ന് ഒരു വീഡിയോ വിട്ട് ഇത് പറഞ്ഞത് സത്യവിരുദ്ധമാണ് എന്ന് സമൂഹത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം അതിന് കൂടുതൽ ആയുസിൽ അന്നെന്നോട് പൂർത്തീകരിക്കാൻ തീരുമാനിച്ചതാണ്. ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ദുബൈയിലെ നിങ്ങളുടെ ആസ്ഥാനം അത് പൂട്ടിക്കിടന്നിട്ടില്ല എന്ന് പറയാൻ ആണായി പിറന്ന ഏതെങ്കിലും ഒരു AP സമസ്തക്കാരനുണ്ടോ? എന്റെ ഒന്നാമത്തെ ചോദ്യം. ഇന്നലെ വരെ നിങ്ങളുടെ ദുബൈയിലെ ആസ്ഥാനം പൂട്ടിക്കിടന്നിട്ടുണ്ട്. എന്തിന്റെ പേരിലാണ് ആ പൂട്ടിക്കിടന്നത്? അത് അവിടുത്തെ സെപ്റ്റിക് ടാങ്ക് പൊട്ടിയതിന്റെ പേരിലല്ല. പിന്നെ ഔഖാഫിന്റെ ഭാഗത്ത് നിന്നുള്ള ചില വിഷയങ്ങൾ ശക്തമായ രൂപത്തിൽ തന്നെ അന്വേഷണം വന്നപ്പോ ആ അന്വേഷണത്തിന്റെ ഭാഗമായി നിങ്ങൾ അനധികൃതമായി പലതും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ വളരെ വ്യക്തമായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് തെളിയിക്കാനും അതുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ദുബൈയിലെ നിങ്ങൾ ആസ്ഥാന മന്ദിരം പൂട്ടിയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ഔഖാഫിലെ ആളുകളുടെ കാല് പിടിച്ച് ഒരുപാട് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമല്ലേ, ഞങ്ങളുടെ കയ്യിലുള്ള ആ തകരാറുകളൊക്കെ ഞങ്ങൾ ഇനി പരിഹരിച്ചു മുന്നോട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കാല് പിടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നാണ് നിങ്ങളുടെ സ്ഥാപനം, ഞാനിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ UAE സമയം, നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അത് മറച്ചു വെച്ച് അല്ല ചങ്ങാതിമാരെ, ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ഈ കള്ളത്തരം മാത്രം പ്രചരിപ്പിക്കുമ്പോ അത് തൊഴിയൂര് പറഞ്ഞത് സത്യമല്ല, യാഥാർത്ഥ്യമല്ല എന്ന് നിങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുമ്പോ നിങ്ങളുടെ ആ ദുബൈയിലെ ആസ്ഥാന മന്ദിരത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളെങ്കിലും ഈ നിങ്ങളുടെ കള്ളക്ലിപ്പ് കേൾക്കുമ്പോ അവര് നിങ്ങളുടെ ഈ കപടമുഖം തിരിച്ചറിയൂലേ? ആ ഒരു ബോധം നിങ്ങൾക്ക് വേണ്ടേ? ഞാൻ അത് മാത്രമല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ ആസ്ഥാന മന്ദിരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് നടത്തുന്ന സ്വർണ്ണക്കടത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തേ അതിനെക്കുറിച്ചൊന്നും പറയാത്തത്? നമുക്കതിനെക്കുറിച്ചൊന്നാകാം, എന്തേ അതിനെക്കുറിച്ചൊന്നും പറയാത്തത്? പറയൂ. പൂട്ടിക്കിടന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അത് പൂട്ടിക്കിടന്നിട്ടുണ്ട്. ദുബൈയിലെ തന്നെ ഒരു കാലത്ത് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തിരുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്ന സ്ഥാപനം കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങിക്കൊണ്ട് പഠിപ്പിക്കുന്നു എന്ന പേര് പറഞ്ഞ് നിങ്ങൾ ആ സ്ഥാപനം പൂട്ടിച്ചില്ലേ? ഒരുപാട് കഥകൾ മെനഞ്ഞുണ്ടാക്കിയില്ലേ? നിങ്ങളുടെ സ്ഥാപനത്തിലെ കുട്ടികൾ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ഫീസ് നിങ്ങൾ വാങ്ങുന്നുണ്ട്? നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഇപ്പോഴും ഞങ്ങളുമായി നിരന്തരം ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ സൈബർ തൊഴിലാളികൾ കെടുന്ന് ആഘോഷിക്കണ്ട, ആർമാദിക്കണ്ട. ഇന്നലെ വരെ ചോദിക്കട്ടോ, ശനിയും ഞായറും വീക്കെൻഡ് മദ്രസ കൂടുതൽ സമയം നടക്കേണ്ട സമയല്ലേ? എന്തേ നിങ്ങളെ സ്ഥാപനത്തിൽ മദ്രസ നടന്നിട്ടുണ്ടോ?
നിങ്ങളെ സ്ഥാപനം തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനിവിടെ പ്രസംഗിക്കുന്ന സമയത്ത് ആ പൂട്ടിക്കിടന്ന സ്ഥാപനം തുറന്നു എന്ന് പറഞ്ഞ് അതിന്റെ വീഡിയോ ഇട്ട് ഇത് പറയുന്നത് വാസ്തവവിരുദ്ധമാണെന്ന് വരുത്തി തീർക്കാനുള്ള കാന്തപുരം സമസ്തയുടെ AP സമസ്തയുടെ സൈബർ ഗുണ്ടകളുടെ കള്ളത്തരം ഇതാ ഞങ്ങൾ ചൂട്ടോടെ പിടികൂടിയിരിക്കുന്നു. ഇനി ആ കള്ളത്തരവുമായി ഒരുത്തനും രംഗത്ത് വന്ന് സ്വയം പരിഹാസ്യരാകരുത് എന്നു മാത്രം ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് വിശേഷങ്ങൾ ഇനിയും എമ്പാടും നമുക്ക് ദുബൈയുമായി ബന്ധപ്പെട്ടത് പറയാനുണ്ട്. ഇന്റർനാഷണൽ ബിസിനസ്മാന്റെ ട്രെയിൻ യാത്ര ഉൾപ്പെടെ UAE-യിലെ ICF-ന്റെ പ്രമുഖ നേതാവിന്റെ ബാക്കിപ്പോ ഞാൻ പറയുന്നില്ല. ദുബൈയിലെ കുടുംബിനികൾക്കിടയിൽ അടക്കം പറച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഉമ്മത്തിലെ സ്വന്തം ഒപ്പം നിൽക്കുന്ന ആളുകളെപ്പോലും വഞ്ചിച്ചുകൊണ്ട് യാതൊരു തത്വദീക്ഷയുമില്ലാത്ത രൂപത്തിൽ നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന വഴിവിട്ട നീക്കങ്ങളെ കുറിച്ച് കൃത്യമായ അന്വേഷണങ്ങളും അതിന്റെ മറവിൽ നിങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ നമുക്കൊന്ന് ചർച്ചയാക്കാം. ഈ സൈബർ തൊഴിലാളികൾക്ക് ഈ കഥ ഒന്നും അറിയില്ലല്ലോ. ഇപ്പോ ഇത് പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ ഉടനെ വിളി വരും. നിങ്ങളോട് ആരപ്പോ പ്രചരിപ്പിക്കാൻ പറഞ്ഞ് അതാണ്ട് അറിയാതെ പോവുന്നല്ലേ. ഏതാ പൂട്ടിയെന്നൊന്നും ആർക്കും അറിഞ്ഞിരുന്നില്ലല്ലോ. ഇപ്പൊ എന്തിനാ നിങ്ങൾ അവിടുന്ന് ലൈവൊക്കെ കൊടുത്തത് എന്ന് ചോദിച്ചിട്ടുള്ള വിളികളും ശാസനകളൊക്കെ